ശരിക്ക് കണ്ടോണം, പിന്നെ കണ്ടില്ല എന്ന് പറയരുത്. നീ എന്ത് പറയുന്നു? ജഡ എന്തെങ്കിലും ചോദിക്കണം, ഇപ്പം ചോദിച്ചോണം, പിന്നെ കണ്ടില്ല എന്ന് പറയരുത്. ഇനി ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതാവാം. നിനക്കെന്തെങ്കിലും പറയാനുണ്ടാ പെണ്ണിനോട്? അങ്ങനെ സംസാരിക്കണമെന്നൊന്നുമില്ല. എന്നാ പിന്നെ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. എനിക്കൊന്ന് സംസാരിച്ച കൊള്ളാന്നുണ്ട്. ഇവനൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ കുട്ടിക്ക് മാത്രം എന്താ എത്ര സംസാരിക്കാൻ? അമ്മാവാ, ആതിരേക്ക് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സംസാരിക്കട്ടെ. ഞാനത് കേട്ടിട്ട് വരാം. ഇനി എന്താ ചോദിക്കാനാ? ഏതുവരെ പഠിച്ചു, എന്താ ജോലി? ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞതല്ലേ. അത് ആ കുട്ടി കേട്ടില്ലായിരുന്നല്ലോ. ഇനിയിപ്പൊ എന്നാ കേൾക്കാനാ? എന്താടോ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ? എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞത് വെറുതെ അല്ല. എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഞാൻ ഇതിനു മുമ്പ് രണ്ടിടത്ത് പെണ്ണാണ് പോയിട്ടുണ്ട്. ആ പെൺകുട്ടികളെ എനിക്കിഷ്ടപ്പെടാത്തത് നല്ലൊരു കാര്യമായിട്ട് ഇപ്പോൾ തോന്നുന്നത്. അല്ലായിരുന്നെങ്കിൽ തന്നെ കാണാൻ പറ്റില്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് എന്തറിയാം എന്നെ കുറിച്ച്? താൻ കരയണോ? നിങ്ങള് നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഈ വിവാഹം നടക്കില്ല. എന്റെ മനസ്സിലും ജീവിതത്തിലും മറ്റൊരാളാ. ഞാൻ അയാളെ മാത്രമേ വിവാഹം കഴിക്കൂ. ഇതെന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. ദയവായി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്നൊന്ന് പറയുമോ? ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലും ഉള്ളതല്ലേ. വിവാഹത്തിന് മുമ്പ് ചില റിലേഷൻസ് ഒക്കെ എല്ലാവർക്കും കാണും. ഞാൻ ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാലും തൻ്റെ ആ റിലേഷൻ തൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് ഉറപ്പുണ്ടോ? താൻ സമയമെടുത്തത് മറന്നാ മതി. എല്ലാം ശരിയാക്കാം നമുക്ക്. ഇതൊരിക്കലും ശരിയാവില്ല. എനിക്കൊരിക്കലും മറ്റൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. നിങ്ങൾ സ്വപ്നം കാണുന്നൊരു ഭാര്യ ആവാനും എനിക്ക് പറ്റില്ല. മറ്റൊരാളെ സ്നേഹിക്കുന്ന, അവനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ വേണോ നിങ്ങൾക്ക്? വേണം. തന്നെ എനിക്ക് വേണം. അതുകൊണ്ട് നെല്ലിശ്ശേരിയിലെ സന്ദീപിനെ താനങ്ങ് മറന്നേക്ക്. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാ ഞാനിതിനെ ഇറങ്ങി തിരിച്ചത്.
നീ എന്താ ചോദിച്ചത്? എനിക്ക് എനിക്ക് നിന്നെക്കുറിച്ച് എന്താ അറിയാവുന്നോ? എല്ലാം അറിയാം. സന്ദീപ അനഘ എന്ന് പറയുന്നവള് വിവാഹം കഴിച്ചോട്ടെ. നീ എന്തിനാ അതിനിടയിൽ? ഇപ്പൊ നിനക്ക് ബോധ്യായോ എനിക്കെല്ലാം അറിയാന്ന്? ആരാ നിങ്ങള്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം വേറൊന്നുമല്ല, തന്നെ വിവാഹം കഴിച്ച് കൊണ്ടുപോകണം. ഈ വീട്ടിൽ നിന്നും ആ സന്ദീപിന്റെ മനസ്സിൽ നിന്നും. ഞാൻ എപ്പോഴും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എന്റെ ലാഭത്തിന് വേണ്ടി മാത്രമേ ഇറങ്ങാറുള്ളൂ. ഒന്നും സ്ത്രീധനമായിട്ട് കിട്ടില്ലെന്ന് മീര ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടും ഞാൻ എൻ്റെ വീട്ടുകാരെ ഇങ്ങോട്ട് നിർബന്ധിച്ച് കൊണ്ടുവന്നത് അതേ ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ. അപ്പോൾ നിനക്ക് തോന്നും ഈ ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്താ എനിക്കെന്താ ലാഭമെന്ന്. സിറ്റിയിൽ 2 നിലയുള്ള മൊബൈൽ ഷോപ്പ്, 1 ഏക്കറിൽ കുറയാതെ സ്ഥലം, സ്വന്തമായൊരു കാറ്, ഒരു പെട്ടി നിറയെ സ്വർണം. ഇതാണ് ഈ വിവാഹത്തിൽ എനിക്കുള്ള ലാഭം. അത് സ്ത്രീധനമായിട്ട് സ്പോൺസർ ചെയ്യുന്നതേ നെല്ലിശ്ശേരിയിലെ അവന്തികയാണ്. പണത്തിന് വേണ്ടി ഒരു കൊലപാതകം ചെയ്യാൻ വരെ മടിയില്ലാത്ത എനിക്ക് വെറുതെ ഒരു വിവാഹം കഴിച്ചാ ഇത്രയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു പ്രോഫിറ്റ് അല്ലേ? പിന്നെ ഞാനീ പറഞ്ഞതൊന്നും മീര ചേച്ചിക്ക് പോലും അറിയില്ല. ഇത് ഞാനും അവന്തികയും തമ്മിലുള്ള ഇടപാടാ. ഇതിപ്പോ ഞാൻ നിന്നോട് പറഞ്ഞത് നീ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നിനക്ക് തോന്നും ഒന്നും അറിയാതെ നിന്നെ കെട്ടിക്കൊണ്ട് പോവാൻ വന്നൊരു പോഴനാണ് ഞാനെന്ന്. കൃത്യമായി വില പറഞ്ഞ് ഉറപ്പിച്ചിട്ടാ ആതിര എന്ന ഈ വിഴുപ്പിനെ ഞാൻ ചുമക്കാൻ തീരുമാനിച്ചത്. ഇതൊക്കെ നീ ഓടിച്ചെന്ന് അവിടെ പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ഈ വിവാഹം മുടക്കാൻ മനഃപൂർവ്വം പറയാണെന്ന് അവർക്ക് തോന്നും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ വിവാഹത്തിന് സമ്മതിച്ചേക്ക്. നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് കുറച്ചാളഞ്ഞ് എന്നെ കളഞ്ഞിട്ട് പോയിക്കോ. എനിക്കൊരു പരാതിയില്ല. ഞാൻ കെട്ടുന്ന ആ താലി ഞാൻ തന്നെ പൊട്ടിച്ചെടുത്തോളാം. അപ്പോഴേ എന്റെ വിവാഹ സമ്മതം ഞാൻ അവിടെ അറിയിക്കാൻ പോവാ. ആതിരയ്ക്കും എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സന്തോഷ വാർത്തയെ ഞാനവിടെ അറിയിച്ചേക്കാം. ചേച്ചി, വന്നവരൊക്കെ പോയ മോളെ? പോയി. ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. നാളെ കഴിഞ്ഞ് നിന്റെയും സന്ദീപിന്റെയും രജിസ്റ്റർ മാരേജാ. ഇനി ഇത് വച്ച് നീട്ടിയ ശരിയാവില്ല. സച്ചേട്ടൻ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാ ഇപ്പൊ തന്നെ വൈകിയത്. സച്ചേട്ടൻ സമ്മതിച്ചു. ഇനി നമുക്കിത് വേഗം നടത്താം. ചേച്ചി,
ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഞാൻ അനൂപേട്ടൻ കൊണ്ടുവന്ന വിവാഹത്തിന് സമ്മതിച്ചു. മോളെ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ചേച്ചി. അവളെ വിവാഹത്തിന് സമ്മതിച്ചു എന്ന്. നീ എന്ത് പണിയടിയെ കാണിച്ച്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാം. നമ്മൾ കരുതുന്ന പോലൊന്നും അല്ല ചേച്ചി കാര്യങ്ങള്. ഈ വിവാഹം മുടക്കുന്നുള്ള വലിയ വാശിയില അർച്ചന. അതിൽ നിന്നും അർച്ചനെ നിങ്ങൾ പിന്തിരിപ്പിക്കണം. അതാ ഞാൻ വന്നപ്പോൾ ചോദിച്ച സഹായം. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന വലിയ വലിയ കാര്യങ്ങളുടെ ഉപകാരസ്മരണ ചോദിച്ചു വാങ്ങിക്കാനാ ഞാനിപ്പോൾ വന്നത്. നിന്റെ ചേച്ചിക്ക് വലിയൊരു ജീവിതം കൊടുത്ത ആളാണ് അവന്തിക. അവന്തിക വന്ന് അവരുടെ കൂടപ്പിറപ്പിന് വേണ്ടി ഇങ്ങനൊരു സഹായം ചോദിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാ മോളെ പറ്റില്ല എന്ന് പറയുന്നത്? അങ്ങനെ അവളുടെ ജീവിതം കൂടി ഇല്ലാതായ പിന്നെ ഒരു നിമിഷം പോലും നിന്റെ അച്ഛനെ നിജീവനോടെ കാണില്ല. ഞാൻ എപ്പോഴും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രമേ ഇറങ്ങാറുള്ളൂ. സിറ്റിയിൽ 2 നിലയുള്ള മൊബൈൽ ഷോപ്പ്, 1 ഏക്കറിൽ കുറയാതെ സ്ഥലം, സ്വന്തമായൊരു കാറ്, ഒരു പെട്ടി നിറയെ സ്വർണം. ഇതാണ് ഈ വിവാഹത്തിൽ എനിക്കുള്ള ലാഭം. അത് സ്ത്രീധനമായിട്ട് സ്പോൺസർ ചെയ്യുന്നതേ നെല്ലിശ്ശേരിയിലെ അവന്തികയാണ്. എന്താ എടുത്തി? ചേച്ചി പറയും, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? നമ്മുടെ അച്ഛനെ ഓർത്ത ഞാൻ സമ്മതിച്ചത്. നീ ചെയ്തത് മോളെ ശരി. നിന്റെ സ്ഥാനത്ത് ഞാനായാലും ഇതേ ചെയ്യൂ. ചേച്ചി അത് വിട്ടേക്ക്. സന്ദീപിനെ പറഞ്ഞു മനസ്സിലാക്ക്. എന്തായാലും അതുപോലെ ഒരാൾ നിന്നെ വിവാഹം കഴിക്കില്ല. നീ സമ്മതിച്ചു എന്നല്ലേ ഉള്ളൂ. ഇനി നീ കരയരുത്. ചേച്ചി പറയുന്ന നീ കേൾക്ക. ആദ്യം നിന്റെ സന്ദീപിന്റെ വിവാഹം നടക്കട്ടെ. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അതുകൊണ്ട് എല്ലാം മറന്നിട്ട് നീ സന്ദീപുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറാവ്. എന്ത് വന്നാലും ഒന്നുമില്ലെന്ന് സന്ദീപിനെ പോലെ നീയും തീരുമാനം എടുക്ക. അച്ഛനോ അമ്മയോ നാട്ടുകാരോ അവരാരുമല്ല നീ ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. അത് നീ തന്നെയാ. പിന്നെ നമ്മൾ ഇങ്ങനൊരു തീരുമാനം എടുത്ത കാര്യം നീ ആരോടും പറയണ്ട. ഹലോ ആതിര, ഇനിയും നമ്മൾ കാത്തിരുന്ന നമുക്ക് ഇഷ്ടമില്ലാത്തവരോടൊപ്പം നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് നീ ഇതിനെതിര് പറയരുത്. നീ ഞങ്ങളെ വിശ്വസിക്ക്, ഒരു പ്രശ്നവും വരില്ല, ഉറപ്പ്. നീ ധൈര്യമായിട്ടിരിക്കും മോളെ, ഞാൻ വിളിക്കാം.
എന്തിനാ എന്റെ വണ്ടി തടഞ്ഞു നിർത്തിയത്? ഒരു തവണ നീ ചാവാതെ രക്ഷപ്പെട്ടു. അന്ന് പറ്റിയ അബദ്ധം തിരുത്താനാ ഞങ്ങൾ വന്നത്. ഇന്ന് നിന്റെ ജീവൻ പോയിന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞങ്ങൾ തിരിച്ചു പോകും. പിടിയിടാ അവളെ. എന്താ ഇവിടെ പ്രശ്നം? ഓഹോ, അപ്പൊ നീയാണ് ഇവളുടെ സംബന്ധക്കാരൻ? അതെ, ആ ആള് ഞാനാ. എന്നാ സംബന്ധക്കാരൻ ചെല്ല്. ഇതിൽ ചുമ്മാ ഇടപെടാൻ നിൽക്കണ്ട. നല്ല തടി. ഇത് വെറുതെ പാഴാക്കാൻ നിൽക്കാതെ അനിയൻ വിട്ടോ. അതെങ്ങനെ നടക്കും? അവളുടെ സംബന്ധക്കാരൻ ഇവിടെ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കുമ്പോ നിങ്ങൾ ഈ പറഞ്ഞൊന്നും നടക്കാൻ പോകുന്നില്ല. യുവമാരാണോ അന്ന് നിന്നെ കൊല്ലാൻ നോക്കിയത്? അതെ, ഇയാളും ഇയാളുടെ കൂട്ടുകാരൻ തന്നെയാ. ഓ, ഞാൻ ശരിക്കും നിങ്ങളെയൊക്കെ അങ്ങോട്ട് വന്ന് കാണണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. ഇതിപ്പോ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇനി ഒന്ന് പരിചയപ്പെടുത്തു പോവാം. ഓ, അങ്ങനെയാണോ? എങ്കിൽ ശരി, നമുക്ക് വിശാലമായി പരിചയപ്പെട്ടുകളയാം.